അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം നടക്കാനിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യാതിഥി നടൻ മമ്മൂട്ടി വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളൊക്കെ തന്നെ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. RB സനൂപ വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. സനൂപ, 5 മണിക്ക് പരിപാടി ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി എത്തിയോ? അല്പസമയത്തിന് തന്നെ മുഖ്യമന്ത്രി എത്തും. പരിപാടി അല്പസമയത്തിന് ആരംഭിക്കും. ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി കൂടി ചേരുന്നുണ്ട്. വലിയൊരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എങ്ങനെ കാണുന്നു? ഇവിടെ നടക്കാൻ പോകുന്നത് വലിയ പരിപാടി നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിനേക്കാൾ വലിയ പരിപാടി നടന്നത് കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമാണ്. തീവ്ര ദാരിദ്ര്യം തുടച്ചു മാറ്റാനായി 2ാം പിണറായി വിജയൻ സർക്കാർ ഏറ്റെടുത്ത പ്രവർത്തനം ജനപ്രതിനിധികളും സംസ്ഥാന ഗവൺമെൻറ് മുതൽ ഗ്രാമപഞ്ചായത്ത് വരെയുള്ള ജനപ്രതിനിധികൾ ചേർന്നിട്ടുള്ള ജനകീയ ഭരണ സംവിധാനങ്ങളും ജനങ്ങളൊട്ടാകെ അണിനിരന്നുകൊണ്ട് നടത്തിയ ഒരു തീവ്രയജ്ഞ പരിപാടിയുടെ സാഫല്യമാണ് തീവ്ര ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമായി, ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്നത്. ഇത് 2ാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു വിജയമാണെങ്കിലും 57 EMS ഗവൺമെൻറ് മുതൽ നടത്തിയ ഗവൺമെൻറ്റുകളുടെ ഒരു പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്. അതിന് മുമ്പ് നടന്ന സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ജനങ്ങളൊരു ആഘോഷമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഞാൻ ഡൽഹിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. ഒരുപാട് പേര് എന്നെ വിളിച്ചു. ഞങ്ങൾ ആഘോഷിക്കുന്നു, പായസ വിതരണം നടത്തുന്നു, ഞങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന പായസം കുടിക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ട് ചിലർ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ ആഹ്ലാദിക്കുന്ന ഒരു നിമിഷമാണ്. പക്ഷേ ഇതുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൂടാ. ഇനിയും പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ ഏത് പ്രശ്നവും നമ്മൾ ഒത്തൊരുമിച്ച് നീങ്ങിയാൽ, നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ, അഴിമതിരഹിതമായ ഭരണത്തിലൂടെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന വലിയൊരു പാഠം കൂടി ഈ തീവ്രദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ വിജയം നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി ചേരുന്നുണ്ട്. പ്രതിപക്ഷം അടക്കം ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ്. അവർക്ക് എന്ത് പറ്റി? ഈ ഒരു പ്രതിപക്ഷം എല്ലാ സന്ദർഭത്തിലും എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ബഹിഷ്കരിക്കുക ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ പുതിയ അനുഭവമാണ്. ലോകത്ത് ഇന്നേ വരെ ഇതുപോലൊരു പ്രതിപക്ഷമില്ല. എല്ലാ വികസന പ്രവർത്തനത്തെയും എതിർക്കുക, എല്ലാ ക്രിയാത്മകമായ നിലപാടുകളെയും ശക്തിയായിട്ട് തകർക്കുക, അതാണ് പരിപാടി. ഈ സർക്കാർ പറയുന്ന 64,006 കുടുംബങ്ങളല്ല, അതിൽ കൂടുതൽ കുടുംബങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ കൂടുതലുള്ളവരെയും നമുക്ക് നിമിത്തമാക്കണം. അതിനെ കൊണ്ടു അതുകൊണ്ട് 64,006 തള്ളിപ്പറയേണ്ട കാര്യമില്ലല്ലോ. 64,006 അധികം ആളുണ്ടെങ്കിൽ അവരെയും കൂടി ദാരിദ്ര്യമുക്തമാക്കല്ലേ വേണ്ടേ? എന്നാൽ അതിൽ സഹകരിക്കാമല്ലോ. എന്താ സഹകരിക്കാതെ? അതിൻ്റെ അപ്പുറം ഉണ്ടെങ്കിൽ അപ്പം നോക്കാം. അതിന് അങ്ങക്കാർക്ക് തർക്കമുണ്ട്. ഇന്ന് തന്നെ അവസാനിപ്പിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ. അതിദാരിദ്ര്യം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇനി ദാരിദ്ര്യമുണ്ട്. ആ ദാരിദ്ര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കാം. അതൊരു 5-10 കൊല്ലം കൊണ്ട് നമുക്ക് കേരളത്തിൽ സാധിക്കും.